സിനിമയിലൊന്നും പിടിക്കരുത്, അയ്യോ അതൊക്കെ ഭയങ്കര സിനിമ അതൊന്നും സെറ്റാവില്ല, അന്നും ശരിയല്ല, ആ ഫീൽഡൊന്നും അത്ര ശരിയല്ല. സ്കൂളിൽ എത്തിക്കഴിഞ്ഞിട്ട് മാർക്ക് കുറഞ്ഞ ടീച്ചേഴ്സ് പറയും, ഓ എന്തായാലും നിന്റെ ലൈഫ് ഇനി സെറ്റിലായല്ലോ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ പാരൻസിൻ്റെ അടുത്ത് പോയി പറയാം, അനുശ്വരയുടെ കൂടെ കറങ്ങണ്ടെന്ന് പറയണം കേട്ടോ, നിങ്ങളുടെ കുട്ടികളുടെ ലൈഫ് നോക്കാം. എന്ത് ചെയ്യുമ്പോൾ എന്നെ ഭയങ്കര ഒറ്റ ഇതാക്കിയിട്ട് കാണാം. എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിട്ടില്ല, അവരുടെ അടുത്ത് പോയി പറയാം. ശരിക്കും ഒരുപാട് അനാവശ്യമായ കമ്പാരിസൺസ് വന്നിട്ടുണ്ടെന്നൊരു തോന്നലില്ല? എന്നെ ഭയങ്കര മെൻ്റലി എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കുറേ ദിവസങ്ങളിൽ ക്ലാസ്സിലിരുന്ന് കരഞ്ഞ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്ന സമയം, ഞാൻ സ്കൂൾ മാറുകയാണെന്ന് പറഞ്ഞ സമയം. പക്ഷേ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊരു ആഗ്രഹത്തിൽ വന്ന ഒരാളാണ് എവിടെ നിന്നും. ബേസിക്കലി യു ഡോണ്ട് എക്സിസ്റ്റ് എനിവേർ. വെറുതെ ഒരു ഇങ്ങനെ ഒരാളിവിടെ ഉണ്ട് എന്ന രീതിയിൽ എനിക്കിവിടെ നിൽക്കേണ്ട. നമ്മൾ വിഷമം വരുമ്പോൾ നമ്മൾ കരയുന്നു, നമ്മൾ തൊട്ടപാടികളാണല്ലോ. എല്ലാ ആണുങ്ങളുടെ അടുത്ത് പറഞ്ഞു വെച്ചേക്കുന്ന ഒരു കാര്യമാണ്, അവർ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, കരയരുത്. അവർക്ക് മിക്കപ്പോഴും വൾണറബിൾ ആവാൻ പറ്റാറില്ല. പക്ഷെ അവർ പലപ്പോഴും നമ്മളെടുത്ത് വന്നിട്ടാണ് അങ്ങനെ ഒരു വിഷമങ്ങൾ അല്ലെങ്കിൽ അവർ ഭയങ്കര വൾണറബിൾ ആവുന്നത്. അങ്ങനെ വന്നിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മെന്റലി പീസ്ഫുൾ ആയ ഒരു ചൈൽഡ്ഹുഡ്, മെന്റൽ ട്രോമ ഇല്ലാത്തൊരു ചൈൽഡ്ഹുഡ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതൊന്നും പലപ്പോഴും ഈ പല 90s കിഡ്സിനും ഉണ്ടായിട്ടില്ല. ഡ്രീമിങ് അബൌട്ട് ബീങ് ആൻ ആക്ട്രസ് ഇസ് മച്ച് ബെറ്റർ ദാൻ ബീങ് ആൻ ആക്ട്രസ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈഫ് ബിഹൈൻഡ് ദി മൈക്കിൽ ഇന്ന് രേണുവിനൊപ്പം ഉള്ളത് സ്വപ്നം പോലെയുള്ളൊരു ജീവിതം ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അനശ്വര, വെൽക്കം. താങ്ക് യു. അനശ്വരയെ ആദ്യം തണ്ണീർമത്തൻ ദിനങ്ങളിലാണ് ഞാൻ കാണുന്നത്. അപ്പം അന്ന് തൊട്ട് കണ്ട ആൾക്കാരെല്ലാം അനശ്വരയെ ഇപ്പോഴും എത്ര മെച്യൂർഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും അവരുടെ മനസ്സിലേക്ക് പലപ്പോഴും അനശ്വര, തണ്ണീർമത്തൻ ദിനം, നമ്മുടെ കുഞ്ഞു കുട്ടി എന്നുള്ളൊരു ചിന്ത വരാറുണ്ട്. പക്ഷേ ഒരുപാട് സിനിമകൾ ചെയ്ത് വളരെ മെച്യൂർഡായിട്ടുള്ള രീതിയിൽ ആക്ടിങ്ങിന് തന്നെ വ്യത്യാസം വന്നിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ അനശ്വര. അനശ്വരയോട് ഞാൻ ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങളിലെ കുഞ്ഞു കുട്ടിയാണോ അതോ വലിയ കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് ആൾക്കാർ കാണുന്ന പോലെ ഇരിക്കും. എൻ്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ ഇപ്പോഴും കുഞ്ഞ് ആരോടത്തെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ പിന്നെ കുഞ്ഞ് വീട്ടിൽ ഒറ്റയ്ക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിന്നാ പറയുക. അപ്പോൾ എല്ലാവരും കുഞ്ഞ് അവന് ഒറ്റയ്ക്ക എന്ന് പറഞ്ഞിട്ട് അവർ. അപ്പോൾ അമ്മയ്ക്ക് അവിടെയൊക്കെ ഞാൻ കുഞ്ഞാണ് എല്ലായിടത്തും. എനിക്ക് തോന്നുന്നിപ്പം ആൾക്കാർ കാണുമ്പോഴും കുട്ടി എന്ന രീതിയിലാണ് പറയുന്നത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇത് കുട്ടി വലുതായി അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇപ്പം വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ 2 പെൺമക്കളുള്ളൊരു വീടാണ്. അപ്പം ഞാൻ ചെറുതായിരിക്കുമ്പോൾ എനിക്ക് അനിയനാണ്. അപ്പം എനിക്ക് എന്താ അറിയില്ല, പണ്ട് തൊട്ട് ആൺകുട്ടിയാണെന്നൊരു ചിന്ത ചെറിയ സമയത്ത് ഈ സ്വാതന്ത്ര്യങ്ങളിലൊക്കെ കയറി പിടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഞാൻ ആൺകുട്ടിയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മ എൻ്റെ അടുത്ത് പറയും, മോളെ നിനക്ക് അറിയില്ല എന്നിട്ടാണ്, പെൺകുട്ടിയാണ് ഒരു വീടിൻ്റെ ഐശ്വര്യം, വീട്ടിൽ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി പോലെയാണെന്നാണ് പറയുക എന്നൊക്കെ പറയും. അപ്പം ഒരു പെൺകുട്ടികളുള്ള വീടിനാണ് സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അനശ്വരയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ 2 പെൺകുട്ടികളുള്ളൊരു വീട്ടിൽ സൗന്ദര്യം കൂടുതലുണ്ടെന്നൊക്കെ? ഇല്ല ഇല്ല, അങ്ങനെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പെൺകുട്ടി ഐശ്വര്യമാണ് എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാനങ്ങനെ കയറി അച്ഛനെ കയറി, ഞാൻ പണ്ടേ അച്ഛനെ കയറി തിരുത്തുമായിരുന്നു. അതെന്തിനാ പെൺകുട്ടി എന്തിനാ ഐശ്വര്യമാവണേ, പെൺകുട്ടി എന്തിനാ വീടിൻ്റെ ഇങ്ങനെ ഈ ലക്ഷ്മി ഒരു ദേവി, എന്തിനാണ് പെണ്ണിനെ കൊണ്ടുപോയിട്ട് ദേവിയും ലക്ഷ്മിയൊക്കെ ആവണേ, അവർ ഇങ്ങ് നിന്നോട്ടെ എന്നോ മറ്റുള്ള ഞാനിരുന്ന് പറയാം. എനിക്കങ്ങനെ പെൺകുട്ടികളുള്ള വീട് അങ്ങനെ ഭയങ്കര ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ. ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ അവരും പറയും 2 പേരുള്ള വീട് ഭയങ്കര രസമാണെന്ന്, അവരുടെ തല്ലും പിടിയൊക്കെ ആയിട്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വെച്ചാൽ ഇപ്പം ഞാൻ, അമ്മ, ചേച്ചി വെച്ചാൽ നമ്മളൊരു ടീം പോലെയായിരുന്നു. 3 പെൺപിള്ളേർ. അപ്പം അച്ഛൻ ലാസ്റ്റ് എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. എന്ത് ചെയ്യുമ്പോൾ വിട്ടേ സമ്മതിച്ചു കൊടുത്ത് ആ ഒരു അവസ്ഥയാണ്. അപ്പം നമ്മളിപ്പം വളരുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഇന്ന ജോലി നമ്മൾ ചെയ്യണം, നമ്മൾ പെൺകുട്ടികളാണ്, വേറെ വീട്ടിൽ കയറേണ്ടവരാണ്, അപ്പം നമ്മൾ പണിയൊക്കെ എടുക്കണം, കുക്ക് ചെയ്യണം എന്ന രീതിയിലൊന്നും ഞങ്ങളങ്ങനെ വളർത്തിയിട്ടില്ല ആരും. അച്ഛനായാലും അമ്മയായാലും ഞങ്ങളെല്ലാം കൂടിയിട്ടാണ് എല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും കുക്ക് ചെയ്യണമായാലും അച്ഛന് ഇഷ്ടമുള്ള എല്ലാം അച്ഛൻ ചെയ്യും, അമ്മയും ചെയ്യും. അങ്ങനെ ഇന്ന ജോലി ഇന്നത് ചെയ്യണം എന്നൊരു രീതിയിൽ ഞങ്ങൾ 2 പേരെയും ഇനി നാളെ നീ വേറെ വീട്ടിൽ കയറി പോകാനുള്ളതാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വളർത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ബ്യൂട്ടി ഞങ്ങളുടെ ഫാമിലിയിലുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ അടുത്ത വീടുകളിൽ കാണുന്നുണ്ട് അവരെ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ ഉള്ള വീടാണെങ്കിൽ പെൺകുട്ടി നീ പെണ്ണല്ലേ നിനക്ക് ചെയ്തുകൂടെ എന്ന മട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ ഞങ്ങളെ 2 പേരെയും നമ്മൾ വളർത്തിയിട്ടില്ല. നിങ്ങൾക്ക്
ജീവിക്കണമെങ്കിൽ നിങ്ങൾ പണിയെടുക്കുക, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക, നിങ്ങൾ ആ രീതിയിൽ ജീവിക്കണം. അല്ലാതെ വേറൊരാളുടെ വീട്ടിൽ പോയിട്ട് അവരെ കീഴിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ, നിങ്ങൾ എന്ത് ചെയ്യുന്ന ഹെൽപ്ലെസ് ആയി നിൽക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്. സ്വന്തം കാലിൽ നിൽക്കണം എന്ന രീതിയിലാണ് ഞങ്ങളെ അച്ഛനും അമ്മയും വളർത്തിയേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു രസം, എനിക്കത് ഇപ്പോഴാണ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നത്. അന്നേ ഭയങ്കര അടിപൊളിയായിരുന്നല്ലേ ഇവർ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. കൂൾ പേരൻസിനെ കിട്ടിയത്. ഇനി ഈ പെൺകുട്ടികളുള്ള വീട്ടിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്, എൻ്റെ തന്നെ ചില അങ്കിൾമാർക്ക് അവർക്ക് 2 പെൺപിള്ളേരൊക്കെയാണ്. പാരമ്പര്യം നിന്നുപോയി, ഇതിപ്പോൾ വീടിൻ്റെ പേര് ഇതോടുകൂടി ഇല്ലാണ്ടായില്ലേ, ആൺകുട്ടി ഇല്ലാണ്ടായില്ലേ എന്നൊക്കെ ബാക്കിയുള്ളൊരു കമൻറ്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു സംഭവം എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാരമ്പര്യം ഇനിയിപ്പോൾ വീട്ടുപേര് ആർക്ക് കൊടുക്കും അങ്ങനത്തെ? ഇല്ല, അങ്ങനൊരു കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരും നല്ല അടിപൊളി പിള്ളേരായിരുന്നു, ഞാനും എൻ്റെ ചേച്ചി. അപ്പം അങ്ങനെ ഉണ്ടാവേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ചേച്ചി നന്നായിട്ട് പഠിക്കും, നല്ല അടിപൊളി കുട്ടിയായിരുന്നു, എല്ലാം ഭയങ്കര മെച്ചുവേർഡായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു നല്ല കുട്ടിയായിരുന്നു. ഞാൻ പഠിക്കത്തൊന്നുമില്ല, മേ ബി കുടുംബത്തിൻ്റെ പഠനം എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും ആവാം, മാർക്ക് തന്നെ ആവണം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പഠനം ഉണ്ടല്ലോ. ചേച്ചി നിങ്ങൾ ഭയങ്കര കൂട്ടാണല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട്. അനശ്വരയുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്ത് ചേച്ചിയാണെന്നുള്ളത്. ഞാൻ ചേച്ചിയാണ്, എനിക്ക് അനിയനാണ്. അപ്പം ഇവൻ ഉണ്ടായപ്പോൾ തൊട്ട് ഞാൻ വലുതും അവൻ കുഞ്ഞും. പക്ഷെ പിന്നെ വളർന്നു വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അവന് ഭക്ഷണം വാരി കൊടുത്തതും അവനെ നോക്കുന്നതും സ്കൂളിൽ പോകാൻ നേരത്ത് അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ അമ്മയായിരുന്നു, ഇവന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പം അനശ്വരയുടെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ഈ സിബ്ലിങ്സിൻ്റെ ഒരു ഗുണം, സങ്കടം, സന്തോഷം, അതുപോലെ പ്രണയം, വിരഹം എന്തുണ്ടെങ്കിലും ആദ്യം ഞാൻ ഇവൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാറുള്ളത്. അപ്പം അനശ്വരയെക്കുറിച്ച് പറഞ്ഞാലും ചേച്ചി അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. എത്രത്തോളം കണക്റ്റഡാണ് നിങ്ങൾ ശരിക്കും? ഇങ്ങനെയാണോ നിങ്ങളുടെ എല്ലാ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് കണക്ഷൻ ആണോ? ആണ്. നമ്മൾ പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു രണ്ടുപേരും. എൻ്റെ ചേച്ചി പറഞ്ഞ പോലെ എൻ്റെ അമ്മ ആ ഒരു ലെവലിലായിരുന്നു. ഇപ്പം എനിക്ക് അമ്മേനേക്കാൾ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ലൈനൊക്കെ സെറ്റായി, എന്തെങ്കിലും ഒരാൾ നൈസായിട്ടൊന്ന് ട്യൂണായി സെറ്റായി വരുമ്പോഴേക്ക് അമ്മേനോട് ചിലപ്പോൾ അമ്മ കണ്ടുപിടിച്ച് എങ്ങനെയും നൈസായിട്ട് വരും. ചേച്ചി കണ്ടുപിടിച്ചാൽ പറ്റില്ല. ചേച്ചി കണ്ടുപിടിച്ചാൽ പിന്നെ വൈകുന്നേരം കൂട്ടാൻ വരും, നമ്മുടെ അങ്ങനെ എന്നെ കൂട്ടാൻ വരും. അപ്പം അവളും ഞാൻ പഠിച്ച അതേ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവൾക്ക് കറക്റ്റായിട്ട് അറിയാം എന്തൊക്കെ ഉടായ്പാണ് കാണിക്കുന്നത്, എന്തൊക്കെയാണ് പരിപാടി. പിന്നെ എന്നെ നന്നായിട്ട് അറിയാം, അപ്പം എൻ്റെ ഉടായ്പകളൊക്കെ അവൾക്ക് അറിയാം. അപ്പം ഈ അമ്മേനേക്കാളും സ്ട്രിക്റ്റ് ആയിരുന്നു ചേച്ചി പണ്ട്. ഞാൻ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്നെ അങ്ങനെ കൺമേഷന്മാരായില്ല, അതൊന്നും ഇടണ്ട, സ്കൂളിലേക്കല്ലേ നല്ല ഐശ്വര്യത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് സെൻറ്ററിൽ പാർട്ടീഷനൊക്കെ എടുത്തിട്ട് നല്ല വൃത്തി മടഞ്ഞിട്ട് അങ്ങനെ വിടുള്ളൂ. സൈഡ് പാർട്ടീഷനൊന്നും തന്നെ അങ്ങനെ എടുക്കാൻ വിടില്ല. അപ്പം ഞാനും അവൾ പറയുന്നതാണ് വേദവാക്യം എനിക്ക്. അപ്പോൾ ഓക്കെ അങ്ങനെയാണല്ലോ ഭംഗി എന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ എടുത്തിട്ട് പോകും. പക്ഷെ പിന്നെയാണ് ഇപ്പോഴാണ് റീസെൻ്റ്ലി ഒരു 2-3 വർഷം, ഒരു 4 വർഷം ആയിട്ടാണ് നമ്മൾ ഇത്രയും ജസ്റ്റ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഭയങ്കര ഫ്രണ്ട്സായ നമ്മൾ, ഭയങ്കര കൂട്ടായത്. ഇപ്പം എല്ലാം തുറന്നു പറയാം, ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ നമുക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന എൻ്റെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അവളുടെ ഒരു പേഴ്സൺ ഞാനും ആയത്. പണ്ടൊരു സിസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് ആയിരുന്നു നമ്മളെ ഇടയിൽ. അതൊക്കെ മാറി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഉടായ്പ കാണിച്ച് നൈസായിട്ടൊന്ന് ഊരണമെങ്കിൽ പുറത്തെവിടെയും പോകണ്ട, എനിക്ക് അവൾ തന്നെ നൈസായിട്ട് അമ്മയുടെ അടുത്തൊക്കെ പോയി പറഞ്ഞതങ്ങ് സെറ്റാക്കി തരും. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയത്. ഈ ചേച്ചി ഭയങ്കര ക്ലോസാണ്. അപ്പം നമ്മൾ എപ്പോഴും ഈ സിബ്ലിങ്സ് വരുമ്പോഴത്തൊരു കാര്യമാണ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് പാർട്ട്ണർ ഇൻ ക്രൈം ഇവരായി മാറിക്കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതായത് ഇവരില്ലാത്തൊരു സമയം, ഇവരില്ലാത്തൊരു നമ്മൾ നോക്കുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇവളില്ലാണ്ട് ഇവൾ മാറിയിട്ട് ഞാൻ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ ചേച്ചി എന്ന് പറയുന്ന ഫാക്ടറിനെ ജീവിതത്തിൽ ഇത് മാറ്റി നിർത്തിയാൽ ഞാൻ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും അത്? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താദ്യം വന്നാലും ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ ഞാൻ ആദ്യം വിളിച്ചിട്ട് ഞാൻ ഫോട്ടോ അയച്ചിട്ട് ഇത് ഓക്കെയാണോ എന്നാണ് ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നൊരു അവളാണ്. ഞാൻ ഭയങ്കര ഡിപ്പെൻഡഡ് ആണ് ഞാൻ അവളിൽ എല്ലാ കാര്യത്തിലും. അപ്പം പെട്ടെന്ന് അങ്ങനെ ഒരു ഫാക്ടർ ഇല്ലാതായി എനിക്ക് ബുദ്ധിമുട്ടാണ്. അവൾ പണ്ടേ പഠിക്കാൻ പോകുന്ന സമയത്ത്, നമ്മൾ മാറി നിന്ന സമയത്ത്, അവൾ ബാങ്ക് കോച്ചിങ്ങിന് പോകുമ്പോൾ ഞാൻ 9th 10th പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു ആളില്ലാത്ത എല്ലായിടത്തും ഭയങ്കര ലെറ്ററൊക്കെ എഴുതിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിങ്ങിൻ്റെ, നമ്മളെ വാർഡ്രോബിൻ്റെ അവിടെ, ഷെൽഫിൻ്റെ അവിടെ കത്തൊക്കെ എഴുതി വെച്ചിട്ട് എല്ലാ സ്ഥലത്തും എനിക്ക് വേണ്ടി കത്തൊക്കെ എഴുതി വെച്ചിട്ട് പോയി. ഞാൻ തിരിച്ച് ഫ്ലാറ്റിൽ, എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇരുന്ന് കരച്ചിലായിരുന്നു. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഒരു സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഡേയ്സൊന്നും.
ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ മേ ബി അതേപോലെ ഒരുമിച്ചല്ല നമ്മളിപ്പോൾ മിക്കപ്പോഴും ഞാൻ ഷൂട്ടിലായിരിക്കും അല്ലെങ്കിൽ അവളുടെ വർക്കിലായിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന വളരെ കുറച്ച് ദിവസങ്ങളാണ്. പക്ഷെ സ്റ്റിൽ ഒരു സിറ്റുവേഷൻ വന്നാലും ഇപ്പം എന്തിടുമ്പോൾ, ഒരു ഡ്രസ്സ് ഇടുമ്പോൾ, ഒരു അക്സസറി ഇടുമ്പോൾ, ഹെയർ സ്റ്റൈലൊക്കെ എന്താണെങ്കിലും ഞാൻ ഫസ്റ്റ് ഇത് ഓക്കെ അല്ലേ, ഇത് ഓക്കെയാണ്, അപ്പോൾ അവൾ അത് വേണ്ട മാറ്റിക്കുമെന്ന് പറയുന്ന കോൺഫിഡൻറ്റ് ഞാൻ അപ്പോഴത്ത് മാറ്റും. അത്രയും ഞാൻ ഡിപ്പെൻഡഡ് ആണ് അവളിൽ. എനിക്ക് അവളില്ലാതെ ഒരു ഡേ അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് ഐ മീൻ സിബ്ലിങ്സ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് കൂടുതൽ അടുപ്പമുണ്ടെന്ന്. ആങ്ങളെ പെങ്ങളിനേക്കാളും പെൺപിള്ളേർ കുറച്ചും കൂടെ ക്ലോസ് ആണ്. എൻ്റെ അമ്മയ്ക്ക് അനിയത്തിയുണ്ട്. അമ്മ പറയാറുണ്ട് എൻ്റെ ആങ്ങളെയായിട്ടുള്ളതല്ല അനിയത്തിയായിട്ടുള്ളതാണ് എൻ്റെ ഒരു ക്ലോസർ ബന്ധം. ഇനി വീട്ടിൽ വരുമ്പോൾ അമ്മ 2 മക്കള്, അച്ഛനൊരു സ്ഥലത്ത്, അവരുടെ ഇടയിൽ വേർപ്പൊഴുക്കി നിൽക്കേണ്ടി വരുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചേഞ്ചസ് വരുത്തുന്ന ഒരാളാണോ അച്ഛൻ, അതോ അച്ഛന് വേണ്ടിയിട്ട് ചേഞ്ചസ് വരുത്തുന്ന മക്കളാണോ നിങ്ങൾ? എങ്ങനെയാണ് അതിൻ്റെ ഒരു കെമിസ്ട്രി? എങ്ങനെയാണ്? പാവം ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ. അച്ഛൻ അതിനകത്ത് യൂസ്ഡായി, പണ്ടേ അച്ഛൻ യൂസ്ഡായി. നമ്മൾ 3 ആളുടെ ഇടയിൽ, 3 പെൺകുട്ടികളുടെ ഇടയിൽ അച്ഛൻ ട്രാപ്പായി. ശരിക്കും അതാണ് അവസ്ഥ. അച്ഛന് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മുതൽ അച്ഛന് നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് അറിയാം അച്ഛന്. ഞാൻ പോലും മറന്നു ആ ഡേറ്റ്. അപ്പം അച്ഛൻ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കും. എനിക്ക് ഭയങ്കര ക്രാംസ് വരുന്നതാണ്. അപ്പം അച്ഛനറിയാം, അച്ഛൻ വന്ന് ഓർമ്മിപ്പിക്കും എനിക്ക് വേണ്ടി ഇപ്പം എനിക്ക് ക്രാംസ് വരുമ്പോൾ അച്ഛൻ ഓടിപ്പോയി അടുത്ത കടയിൽ പോയിട്ട് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് എന്നെ അവിടെ ടേക്ക് കെയർ ചെയ്ത് നോക്കും. അപ്പം എല്ലാം അറിയാം അച്ഛന് ആ കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഫുഡ് കഴിച്ച് പാത്രം കഴുകാനൊക്കെ ആണെങ്കിൽ അച്ഛൻ അവിടെ വെച്ച് ഞാൻ ചോദിക്കും എന്താ പാത്രം കഴുകാത്ത എന്താ ഞാൻ ചോദിക്കും. പക്ഷെ ഞാൻ കഴിച്ചിട്ട് ഞാൻ വെച്ചിട്ട് ഞാൻ തിരിച്ചു വരും. അത് ഞാൻ അങ്ങനത്തെ കുറെ അശോകന് ക്ഷീണമാവാം. അതെ, അശോകന് ക്ഷീണമാവാം. ഞാൻ ചെയ്യും, പക്ഷെ അച്ഛൻ ചെയ്യരുത്. റെസ്ട്രിക്ഷൻസ് ഒന്നും ഭയങ്കര കാര്യമായിട്ട് അപ്പം ഇന്ന ഉടുപ്പിടണം നിങ്ങൾ അതൊന്നും ഉണ്ടായിരുന്നില്ല? നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വീട്ടിൽ മാത്രമല്ല, നമ്മളൊക്കെ അതിനകത്ത് സെറ്റിൽഡ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു നാട്ടിൻപുറത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ഡ്രസ്സ് വന്നിട്ട് പുറത്തു പോകാൻ പറ്റില്ല. ഒന്ന് ആൾക്കാർ നോക്കും, നമ്മളിത് ഏത് അന്യഗ്രഹ ജീവി എന്നുള്ള മട്ടിൽ നമ്മൾ നോക്കും. 1 2 ഭയങ്കര സംസാരമാവും. അപ്പം നമ്മളതൊന്നും ആ സമയത്ത് അതൊന്നും എന്തിനാ വെറുതെ ഒരു ഓഡ് വൺ ഔട്ട് ആവുന്നേ? ആ ഒരു സൊസൈറ്റിയിൽ ഒരാൾ നമ്മളതിനകത്ത് ഫിറ്റ് ചെയ്യുക, അതിനകത്ത് നമ്മൾ ഓഡ് വൺ ആയിട്ട് നിൽക്കേണ്ട എന്നുള്ള മട്ടിൽ നമ്മൾ അതിനകത്ത് ഫോഴ്സ്ഡ് ആണ്. ആ സമയത്തേക്ക് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസും പരിപാടിയും, ഈ പുറത്തു പോകുന്നതിനായാലും നമുക്ക് ഡ്രസ്സ് ഇടുന്നതിനായാലും എല്ലാം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അതിൽ നിന്നാണ്. പക്ഷെ അനശ്വര ഭയങ്കര ബോൾഡാണ്. ലൈക്ക് അതിനുശേഷം ഞാൻ ഐ തിങ്ക് ഒരു ജിമ്മിൻ്റെ പുറത്ത് നിന്നിട്ടുള്ള ഒരു ജിം വെയർ വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സിലൊക്കെ അനശ്വര ഞാൻ കണ്ടിട്ടുണ്ട്. ഐ വാസ് ലൈക്ക് ഐ ലൈക്ക് യു ബിക്കോസ് ഓഫ് ദി കോൺഫിഡൻസ്. അവിടെ നിന്നതിൽ അങ്ങനെയാണ് ഞാൻ ശരിക്കും അനശ്വരയെ നടിയേക്കാൾ ഉപരി ആസ് എ പേഴ്സൺ ആണ്. അതുപോലെ ഓൺലൈനിലായിട്ട് ആരെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലും ഉരുളക്കുപ്പേരും മറുപടി കൃത്യമായിട്ട് കൊടുക്കുന്ന ആളായിട്ടാണ്. അങ്ങനെയാണ് അനശ്വര എന്ന് പറയുന്ന ആൾ എൻ്റെ മനസ്സിലേക്ക് കയറിയത്. അപ്പം ഞാൻ ശരിക്കും ഒരു ബോൾഡ് ക്യാരക്ടർ വെച്ചിട്ടാണ് ഈ സ്ക്രീനിലേക്ക് വരികയാണെങ്കിലും കാണുന്നത്. പക്ഷേ ഈ വരലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം പയ്യന്നൂരിലുള്ള കരുവള്ളൂരിലുള്ള ഒരു KCB ഉദ്യോഗസ്ഥൻ രാജൻ, അദ്ദേഹത്തിൻ്റെ ഉഷ എന്ന് പറയുന്ന അംഗൻവാടി ടീച്ചറിൻ്റെയും മകളായിട്ടുള്ള അനശ്വര ശരിക്കും പറഞ്ഞ പോലെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്നാണ് ഇങ്ങോട്ട് വരണേ. അപ്പോൾ നമ്മൾ ഈ കാസ്റ്റിംഗ് കോളും ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒന്ന് ഓടി എത്തിച്ചെല്ലണമെങ്കിൽ പോലും മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലത്താണ് ഈ ഷൂട്ടിനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരണേ. അപ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്ന് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉള്ളൊരു ഫീൽഡാണ്. എത്ര പാഷനറ്റാന്ന് പറഞ്ഞാലും ഈ വീട്ടിൽ നിന്ന് ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് അവർ തന്നെ, അല്ലെങ്കിൽ വീട്ടിൽ ഈ സ്വപ്നമുള്ള മോഹമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഓഡീഷൻ ഉണ്ടായ സമയത്ത് ഞാൻ മോണാക്റ്റും തെരുവ് നാടകങ്ങളിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു പണ്ട് മുതൽ. ചെറുപ്പം മുതലേ ഞാൻ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം എനിക്ക് പഠിക്കാൻ ഇതേപോലെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ പരിപാടിക്കൊക്കെ ഞാൻ പോയി, സ്പോർട്സ് പരിപാടി ഇതിനൊക്കെ ഞാൻ പോയി ചേരും. അപ്പോൾ എൻ്റെ മോഡൽ എക്സാമിൻ്റെ 8th മോഡൽ എക്സാമിൻ്റെ സമയത്താണ് ഈ ഓഡീഷൻ കോൾ വരുന്നത്. അപ്പം ഞാൻ ഭയങ്കര ആ സമയത്തൊന്നും ഭയങ്കര സിനിമാ നടി ആവണം എന്നൊരു പാഷനേറ്റ് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഒന്നും എൻ്റെ മനസ്സിലൊന്നും ഇല്ല. ഞാനൊരു ഫ്ലോയിൽ ആ ഓളത്തിലങ്ങ് പോകുന്ന ഒരാളാണ്. ഓഡീഷൻ വന്ന സമയത്ത് ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞു, അനു അഭിനയിക്കുകയല്ലേ, അപ്പം ഒന്ന് അയച്ചു കൊടുക്ക് എന്ന രീതിയിൽ പറഞ്ഞു. ഓക്കെ, അയച്ചു കൊടുക്കാം, വലിയ മടില്ല. നമ്മൾ അയച്ചു കൊടുക്കുന്നു. ഓഡീഷന് വിളിക്കുന്നു. ഓഡീഷൻ വിളിക്കുമ്പോൾ നമ്മളൊക്കെ ഒന്ന് സ്റ്റക്കായി. സിനിമ, ഓഡീഷൻ,
സിനിമയിലൊന്നും അഭിനയിക്കരുത്, അയ്യോ അതൊക്കെ ഭയങ്കര സിനിമ, അതൊന്നും സെറ്റാവില്ല, അതൊന്നും ശരിയല്ല, ആ ഫീൽഡൊന്നും അത്ര ശരിയല്ല എന്നുള്ള മട്ടിലാണ് നമ്മുടെ മൊത്തം ഫാമിലി. ഇല്ല സിനിമയിലൊന്നും ശരിയാവില്ല എന്ന രീതിയിൽ നമ്മളൊക്കെ നിൽക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് കൊച്ചിയിലാണ് ഓഡീഷൻ, അവിടുന്ന് കൊച്ചിയിൽ വന്നങ്ങനെ ചെയ്യണമെങ്കിൽ അച്ഛൻ അങ്ങനെ ലീവ് കിട്ടില്ല, അച്ഛൻ ലീവ് എടുത്തിട്ട് വരണം, അമ്മയ്ക്ക് ലീവ് എടുക്കണം. അപ്പം ഈ ട്രെയിൻ കയറി നമ്മളിവിടെ വന്ന്, ഇവിടെ ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടനുണ്ട്, ഇവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോകണം. കുറച്ച് ഒരു ഉള്ള പരിപാടി നമുക്ക് അന്ന്. ആ സമയത്ത് അങ്ങനെ ആരും അതൊന്നും എടുക്കില്ല, അച്ഛന് ലീവ് എടുക്കാൻ പറ്റില്ല, എന്തിനാണത് ചെയ്യുന്നത് എന്നുള്ളതാണ്, ആരും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓക്കെ വേണ്ട, സിനിമയിലൊന്നും ഞങ്ങൾ വേണ്ട, ചെയ്യണ്ട, നമ്മൾ തീരുമാനിച്ചു ആരും ചെയ്യണ്ട. അപ്പോൾ എനിക്ക് ആ മട്ടിലായിരുന്നു ഞാൻ. പക്ഷേ പോയാൽ കൊള്ളായിരുന്നു അത്, പക്ഷേ സിനിമയിൽ അഭിനയിക്കണം എന്നല്ല, പിന്നെ രസമല്ല ഇതൊക്കെ പോയി ട്രൈ ചെയ്യാന്നുള്ള മട്ടിൽ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ ശരി വേണ്ട എന്നുള്ള മട്ടിൽ ഞാനും ഇരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു വന്നിട്ട് അത് ചെല്ല്, ചേച്ചി പറഞ്ഞു അത് ചെല്ല്, എന്തായാലും അവളെ വിളിച്ചതല്ലേ, നന്നായിരിക്കും പോയാൽ അവൾക്ക് അറിയാലോ, ഒന്ന് പോയി നോക്ക്, ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ശരി. അപ്പം ചേച്ചി പറയുന്നത് വീട്ടിലെല്ലാവരും കേൾക്കും. അപ്പം അമ്മയും പറഞ്ഞു അച്ഛൻ വന്നാൽ ശരി പോവാം. അച്ഛൻ അന്ന് രാത്രി വിളിച്ച് ലീവ് എടുത്തു, അമ്മയും വിളിച്ച് ലീവ് എടുത്തു. പിറ്റേന്നൊരു ദിവസം നമ്മൾ 3 പേരും കൂടിയിട്ട് കൊച്ചിയിൽ ഓഡീഷന് പോയി. രാവിലെ ഓഡീഷൻ സെൻറ്ററും പോയി ഓഡീഷൻ ചെയ്തു, തിരിച്ചു വന്നു. ഓഡീഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഭയങ്കര വേറൊരു രീതിയിൽ നോക്കിയിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പം ഞങ്ങൾ വീട്ടിലപ്പോൾ ഫോണില്ല, അമ്മ വർക്കിന് പോയിക്കാം. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അവർ വിളിക്കുന്നുണ്ട്, ഞാൻ അവിടുത്തെ ഒരു അച്ചേച്ചിയുടെ ഒരു കുഞ്ഞു ഫോണുണ്ട്, ഞാൻ അതിൻ്റെ നമ്പർ കൊടുക്കാം, നീ ഒന്ന് പെട്ടെന്ന് വിളിക്കട്ടോ എന്ന് പറഞ്ഞു. അവർ വിളിച്ചു, ആ ഫോണിലേക്ക് വിളിച്ചു. അപ്പോൾ പറഞ്ഞു സെലക്ട് ആയിട്ടോ, ഓഡീഷന് സെലക്ട് ആയി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, അതെന്തൊരു സന്തോഷമില്ലാത്ത, ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര ഫീൽ ചെയ്തു, സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണെങ്കിൽ ഇപ്പം ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് അപ്പം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അത് ഒരാളോടും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സ്കൂളിലും ചോദിച്ചു, ഞാൻ ഒരാഴ്ച ഞാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പം അപ്പോഴും ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഷൂട്ടിന് പോണത്. തിരിച്ചു വരുമ്പോഴേക്കും എല്ലാവരും അറിഞ്ഞു മഞ്ജു വാര്യരുടെ പടത്തിൽ അനശ്വര അഭിനയിക്കുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു, എല്ലായിടത്തും അറിഞ്ഞു. അപ്പം മുതൽ നമുക്കൊരു ഒരു പേടി ശരിക്കും നാട്ടിലാണ്. പിന്നെ ഒരു ടോക്ക് വരും, മേ ബി സിനിമ അത്ര ഇതല്ല എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ നമ്മൾ എല്ലായിടത്തും അതിനുള്ള ആ ഒരു പേടി നമുക്ക് അന്ന് മുതലേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് മനസ്സിലായി അങ്ങനെയൊന്നും അല്ല ശരിക്കും സിനിമ എന്നുള്ളത്. ഞാൻ എൻ്റെ സെറ്റ് ആ ലൈഫൊക്കെ ഞാൻ സ്കൂളിലുള്ളതിനേക്കാളും ഞാൻ അവിടെ പോയി എൻജോയ് ചെയ്തു കുറേ. എനിക്ക് സ്കൂളിലേക്ക് തിരിച്ചു വരണ്ട, സ്കൂൾ തുറന്നു നോക്കണ്ടല്ലോ. അതെ 9ാം ക്ലാസ്സിൽ സ്കൂൾ തുറന്നു, എനിക്ക് സ്കൂളിലേക്ക് തിരിച്ചു വരണ്ട. ഞാൻ ചില്ല് ചെയ്യുകയാണ്, 2 മാസം ചില്ല് ചെയ്യുന്നു. സ്കൂളിൽ നിന്നപ്പോൾ ഞാൻ ബോറടി, ശനി ഇവിടെ തിരിച്ചു വന്നു എന്നുള്ള മട്ടിലായിരുന്നു. എനിക്ക് മേ ബി രേഖയിൽ ഭയങ്കര കണക്റ്റ് ആയതും ഒരു പോയിന്റ് അതാണ്. എവിടെയോ ഉള്ള ഒരു രേഖ സിനിമയിൽ അഭിനയിക്കണം, പക്ഷെ ഞാൻ അത്രയും പാഷനേറ്റോ ഭയങ്കര ആഗ്രഹം കൊണ്ട് വന്ന ആളായിരുന്നില്ല, യാദൃശികമായി എത്തിയ ഒരാളാണ്. പക്ഷെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊരു ആഗ്രഹത്തിൽ വന്ന ഒരാളാണ് എവിടെ നിന്നോ. അപ്പം കഴിഞ്ഞ ദിവസം രേഖാചിത്രം കണ്ടിട്ട് തന്നെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, മേ ബി നമുക്ക് അനുവിനെ അറിയുന്നതുകൊണ്ടായിരിക്കാം ഇതുപോലെ ഒരു നാട്ടിൽ നിന്ന് അവിടെ എത്തി ഇപ്പം ഇത്രയും ഒരു പോസ്റ്ററിലും ഇങ്ങനൊരു വലിയ സിനിമയിലൊക്കെ അനുവിനെ കാണുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ടെന്ന്. അന്ന് എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും എടുത്തൊരു റിസ്ക് പോവാം എന്നുള്ളൊരു എഫേർട്ടിലാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ശരിക്കും വിചാരിച്ചേ ചെറുപ്പം തൊട്ട് മോണോ ആക്ട് അതെന്നൊക്കെ പറയുമ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ ആണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതായത് ജൂലൈയിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്കൊരു ജനുവരി വരെ കയറണ്ട അല്ലേ? അതാണ് ലക്ഷ്യം. സ്പോർട്സിനൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ മെയിൻ ഉദ്ദേശം. സ്പോർട്സും ഉണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്യാത്തൊരു മേഖലയില്ല, എല്ലാത്തിനും ഞാൻ ഓടിച്ചാടി പോകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം സ്പോർട്സിന് പോയാൽ ലാസ്റ്റ് പീരീഡ് കയറണ്ട, നമുക്ക് പ്രാക്ടീസിന് പോവാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്പോർട്സിന് ഞാനത് മിസ്സാക്കി ലാസ്റ്റ് പീരീഡ് കയറേണ്ടി വന്നു. ബാക്കിയുള്ളായിരുന്നു മോളെ, അത് ഞാൻ പോട്ടെ ഇനിയിപ്പോൾ പുറത്ത് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പം ഈ ചെറിയ പ്രായത്തിലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഫെയിം വരികയാണ്. ഇപ്പോൾ പറയില്ലേ ഭ്രാന്തിനും ഭയങ്കര സന്തോഷത്തിനിടയിൽ ഒരു തിൻ ലൈനാന്ന് പറയുന്ന പോലെയാണ് ഈ ഫെയിമിൽ നമ്മൾ മുങ്ങിപ്പോവാതിരിക്കുകയും അത് മാനേജ് ചെയ്യാൻ പഠിക്കുകയും ചെയ്യുന്നത്. ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തുമ്പോൾ ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആകാശത്തായിരുന്നു, ഭയങ്കര ഒരു വേറൊരു വേൾഡിലാണ് ഞാൻ സിനിമാ നടിയാണ് എന്നുള്ള മട്ടിൽ അങ്ങനെ ഒരു മോഡിൽ ഒരു സോണിലായിരുന്നു ഞാൻ. അപ്പം സ്കൂളിലെത്തി ഞാൻ ഒരു മാസത്തോളം ഞാൻ ലേറ്റായി സ്കൂളിലെത്തുന്ന സമയത്ത്. അപ്പം ഞാൻ ആ ഒരു മോഡിൽ ഭയങ്കര ഞാനിപ്പോൾ സിനിമാ നടിയാണെന്നുള്ള മട്ടിൽ ഞാനും അച്ഛനും അമ്മയും പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടിയിട്ട് അത് ലേറ്റ് ആയല്ലോ എന്ന് പറയാൻ വേണ്ടി കയറുമ്പോൾ തന്നെ കയറിയപ്പോൾ തന്നെ സിസ്റ്ററിനെ എന്താ നിങ്ങളുടെ ഉദ്ദേശം
എന്നാണ് എന്നോട് ആദ്യമായിട്ട് പോയി. സെൽഫി അല്ല. അല്ല, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നാണ് എന്നോട് പ്രിൻസിപ്പൾ ആദ്യമായിട്ട് ചോദിക്കുന്നത്. ലേറ്റ് ആയതിൻ്റെയാണ് അഫ്കോഴ്സ്. അപ്പോൾ പിന്നെ ഞാൻ സ്കൂളിൽ കയറി, അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സിനിമ, എങ്ങനെയാണ് അവിടെ ഇങ്ങനെയാണെന്നൊക്കെ കുറേ പേര് വന്നിട്ട് ഇങ്ങനെ ഏതാ. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, അപ്പോൾ അവരൊക്കെ വന്നിട്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ നമ്മൾ വിളിച്ച് സംസാരിക്കുന്നതല്ലാതെ കുറേ നാളിന് ശേഷം കാണുന്നത്, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ സംസാരിക്കാൻ. സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ ഇത് ചോദിക്കും, ടീച്ചേഴ്സൊക്കെ ചോദിക്കും. അറ്റ് ദ സെയിം ടൈം സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ വേറൊരു, ഞാൻ ഈ ഫെയിം, ഈ ഒരു അറ്റൻഷൻ, അതൊക്കെ എനിക്കങ്ങനെ ഭയങ്കര അറ്റൻഷനൊന്നും കിട്ടിയിട്ടുള്ള ഒരാളല്ല ഞാൻ ചെയ്യുന്നതിലൊന്നും ഞാൻ ഭയങ്കര ബെസ്റ്റ് ആയിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ മോണാക്റ്റും ഈ സ്പോർട്സൊക്കെ ചെയ്യുന്നത് ഞാൻ അതിനൊന്നും ഞാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ അതിനൊരു അപ്രിസിയേഷനോ ഒന്നും ഞാൻ ചെയ്യുന്നതിനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു സാധനത്തിന് ഞാൻ ചെയ്തതിനൊരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ, ആൾക്കാരത് കാണുമ്പോൾ, ആൾക്കാരതിന് കൈയടിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫെയിമും പരിപാടിയൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് കൂടിയാണ് ഞാൻ അതിന് ശേഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂളിലെത്തിക്കഴിഞ്ഞിട്ട് മാർക്ക് കുറഞ്ഞ ടീച്ചേഴ്സ് പറയും, ഓ എന്തായാലും നിൻ്റെ ലൈഫ് ഇനി സെറ്റിലായല്ലോ, ഇനി നിനക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതേപോലെ ടീച്ചേഴ്സ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ പാരൻസിൻ്റെ അടുത്ത് പോയി പറയാം, അനുശ്വരയുടെ കൂടെ കറങ്ങണ്ടെന്ന് പറയണം കേട്ടോ, പിന്നെ അവളുടെ ലൈഫ് സെറ്റിൽഡാണ്, നിങ്ങളുടെ കുട്ടികളുടെ ലൈഫ് നോക്കാം. കാരണം എനിക്ക് ആറ്റുനോറ്റാണ് എനിക്ക് ഫ്രണ്ട്സിനൊക്കെ കിട്ടുന്നത്. എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ അടുത്ത് പോയി പറയാം, എന്ത് ചെയ്യുമ്പോൾ എന്നെ ഭയങ്കര ഇതാക്കിയിട്ട് കാണുക, അനുശ്വര ഓ നീ ഭയങ്കര സംഭവമാണെന്നുള്ള വിചാരമാണല്ലോ, ആ മട്ടിക്കാണ്. പിന്നെ ഞാൻ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞിട്ട് ഞാനങ്ങനെ പണ്ട് ചെറുപ്പം മുതലേ അങ്ങനെ കല്യാണത്തിന് ഭയങ്കര കുറച്ചായിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഒരു സിനിമ റിലീസായിട്ട് ഒരു കല്യാണത്തിന് പോയി. അപ്പോൾ കല്യാണ ചെക്കൻ്റെ പെണ്ണിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചു. എൻ്റെ റിലേറ്റീവാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെന്ന് പറഞ്ഞാൽ അത് എൻ്റെ കൂടെ എല്ലാവരെയും വിളിക്കായിരുന്നു, എല്ലാവരും വാ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനില്ല, എൻ്റെ അമ്മയൊക്കെ പുറത്താണ്, ഞാൻ പറഞ്ഞാൽ അതിലേ കൂടെ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അമ്മയുടെ അടുത്ത് ഞാൻ പോയി. അപ്പം പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു FBയിൽ ഒരു വലിയ റൈറ്റപ്പാണ്. എനിക്ക് എല്ലാവരും അയച്ചു തരുവാണ് അമ്മയ്ക്കൊക്കെ. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നായികയെ കണ്ടു, പിന്നെ കല്യാണത്തിന് വന്നിട്ട്, പിന്നെ താരജാടയിലുള്ള അഹങ്കാരം. അതായത് എനിക്കപ്പോൾ 15 വയസ്സാണ്. താരജാടയിൽ മുങ്ങി നിൽക്കുന്ന അവരുടെ ഇത് കാണണമായിരുന്നു. ഇതൊക്കെ കുത്തി നിറച്ചത് എന്നിട്ട് സ്വപ്നലോകം, ഈ വിഷമൊക്കെ ആ കുട്ടിയിൽ കുത്തി നിറച്ച് സ്വപ്നലോകത്തുള്ള അച്ഛനമ്മമാരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ റൈറ്റപ്പ്. യാക്ക് വയ്യ അതിൽ പോണെ. അപ്പം അതൊക്കെ എനിക്ക് കണ്ടിട്ട് ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ഒക്കെ ഞാൻ കാണുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി. പക്ഷെ എനിക്കിത് വേണ്ട, എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഞാൻ ഭയങ്കര കാഷ്വലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ആൾക്കാർ ഭയങ്കര പോയിന്റ് ചെയ്ത് നോട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നി.